ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ബോസ്ട്രപ്പ് തിയറി ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് എസ്റ്റർ ബോസ്ട്രപ്പ് ആണ്. ദ കണ്ടീഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഗ്രോത്ത് എന്ന് പറഞ്ഞ ബുക്കിൽ 1966 ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. ഇതിൽ പറയുന്നത് കോസ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഇസ് കമ്പൽഷൻ. അതായത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഒരു പ്രഷർ കാരണമാണ് ഉണ്ടായത്. ആ പ്രഷർ എന്താ? പോപ്പുലേഷൻ ഗ്രോത്ത് എന്നുള്ള പ്രഷർ കാരണമാണ് അഗ്രികൾച്ചറിലെ ഡെവലപ്മെന്റ് ഉണ്ടായതെന്ന്. അക്കോർഡിംഗ് ടു ഹർ അഗ്രികൾച്ചറിൽ 5 സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് ആണ് ഫോറസ്റ്റ് ഫാലോ സ്റ്റേജ്. ഇത് ലീസ്റ്റ് ലേബർ റിക്വയർഡ് സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ ഫോറസ്റ്റ് ഏരിയാസ് ബേൺ ചെയ്തിട്ടാണ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് നടക്കുന്നത്. സോയിൽ ലൂസ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ടെക്നോളജിയുടെ കാര്യങ്ങൾ ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ബുഷ് ഫാലോ സ്റ്റേജ്. പോപ്പുലേഷൻ വീണ്ടും കൂടുമ്പോൾ, ഫുഡ് പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡ് കൂടുമ്പോൾ ആദ്യം ഓൾറെഡി ഫോറസ്റ്റ് വെട്ടി അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. രണ്ടാമത് ബുഷി ഏരിയാസ് വെട്ടിയിട്ട് അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ ചെറുതായിട്ട് മെഷീൻസിൻ്റെ ആവശ്യമുണ്ട് ഫോർ ടില്ലിംഗ് പർപ്പസ് ആൻഡ് ഓൾ. ഇവിടെ കുറച്ചുകൂടെ ക്യാപിറ്റൽ ആൻഡ് ലേബറിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഷോർട്ട് ഫാലോ സ്റ്റേജ്. ഈ ഷോർട്ട് ഫാലോ സ്റ്റേജിൽ പോപ്പുലേഷൻ വീണ്ടും ദേ ആർ കണ്ടിന്യൂസ്ലി ഗ്രോയിങ്. സോ ഗ്രാസ് ലാൻഡ്സും വീഡ് ഉള്ള ലാൻഡ്സും എല്ലാം വെട്ടി വൃത്തിയാക്കി അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ്. നാലാമത്തെ സ്റ്റേജിൽ വീണ്ടും പോപ്പുലേഷൻ കൂടുമ്പോൾ ആനുവൽ ക്രോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് പ്രത്യേകിച്ച് ഒരു ലാൻഡ് ഏരിയ വിടാണ്ട് ക്രോപ്പിംഗ് പ്രാക്ടീസ് തുടങ്ങുകയാണ്. എന്നിട്ടും പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ സ്റ്റേജ് ഇസ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. ഇവിടെ കൂടുതൽ ലേബർ ആൻഡ് ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. ഒരേ വർഷം 2 or more ക്രോപ്സ് മാറി മാറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരേ ടൈമിൽ പല ക്രോപ്സ് കൃഷി ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. ഇതാണ് 5 സ്റ്റേജസ്. ഇത് മാൽത്തൂഷ്യൻ തിയറിയുടെ കോൺഫ്ലിക്റ്റിംഗ് ആണ്. കാരണം മാൽത്തൂഷ്യൻ തിയറി പറഞ്ഞ എന്താ? പോപ്പുലേഷൻ ഗ്രോത്തിനനുസരിച്ച് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂടില്ല എന്ന്. പക്ഷെ അതേസമയം ബോസ്ട്രപ്പ് പറയുന്നത് എന്താ? പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഉണ്ടായി ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.